ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിടുക. ഹായ്, മറ്റൊരറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു മീഡിയ കൺവേർട്ടർ ആണ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മീഡിയ കൺവേർട്ടർ ആണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു മീഡിയ കൺവേർട്ടർ തന്നെയാണ്. പ്ലേ സ്റ്റോറിൽ ഇത് സൗജന്യമായിട്ട് ലഭിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ്. iOS-ലും ഈ ഒരു ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. ആൻഡ്രോയിഡിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷയുടെ താഴെ വെക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും. ഈ മീഡിയ കൺവേർട്ടറിന്റെ സ്പെഷ്യലായിട്ട് നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിത് വീഡിയോ കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് MP3 മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ അത് വേവ് ഫയലിലോ മറ്റേതെങ്കിലും ഓഡിയോ ഫയലിലാക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ മീഡിയ നമുക്ക് MP4 മാറ്റിയിട്ട് മറ്റേതെങ്കിലും ഫോർമാറ്റിൽ AVI, അതുപോലെ നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിലാണോ മാറ്റേണ്ടത് ആ ഫോർമാറ്റിലേക്ക് നമുക്ക് വീഡിയോ ആയാലും ഓഡിയോ ആയാലും നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ. നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി നോക്കാം. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് നമുക്ക് ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനെയൊരു ഓപ്ഷനാണ്. അതായത് നമ്മുടെ ഫയൽ മാനേജർ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണോ കാണുന്നത് ആ ഒരു ഓപ്ഷനാണ് ഇവിടെ ലഭിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഡൗൺലോഡ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ ഉള്ള ഫോൾഡർ ഏതാണോ അതിൽ നിങ്ങൾ പോവുക. വാട്സപ്പ് വീഡിയോയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വീഡിയോ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു വീഡിയോ ജസ്റ്റ് ഇതിൽ നിന്നൊരു സെലക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു വീഡിയോ ഞാനിവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വീഡിയോ എനിക്ക് ഇനി MP3 ആയിട്ട് MP4 ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യാം. അതിനടിയിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാം, എക്സ്പേർട്ട് മോഡ് എന്നൊരു ഓപ്ഷൻ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിലാണോ നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് അത്രയും ഫോർമാറ്റ് ഇവിടെ അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് MP4 ആയിട്ട് കൺവേർട്ട് ചെയ്യാം, OGG ആയിട്ട് കൺവേർട്ട് ചെയ്യാം, AVI, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഇതിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലൊക്കെ ചില സോഫ്റ്റ്വെയറിലൊക്കെ സപ്പോർട്ട് ആവണമെങ്കിൽ നമുക്ക് വേവ് ഫയലാണ് സാധാരണയായി കമ്പ്യൂട്ടറിലൊക്കെ സപ്പോർട്ട് ആകുന്ന ഒരു ഫയൽ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മുടെ Camtasia ആപ്ലിക്കേഷനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ ഓഡിയോ ഇൻപുട്ട് ആകുന്ന സമയത്ത്, അതുപോലെ തന്നെ മറ്റേതെങ്കിലും സോഫ്റ്റ്വെയർ ഓഡിയോ ഇൻപുട്ട് ആക്കുന്ന സമയത്ത് അതിൽ വേവ് ഫയലാണ് അവർ ചോദിക്കുക. അപ്പോൾ നമുക്കതിന് വേവ് ഫയലൊക്കെ ആയിട്ട് സെലക്ട് ചെയ്തിട്ട് കൺവേർട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾക്ക് ഏത് ഫയലിലേക്ക് വേണമെങ്കിലും ഇത് വളരെ ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് മീഡിയ കൺവേർട്ടർ എന്ന് പറയുന്ന ഈ ആപ്ലിക്കേഷൻ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഇത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഉപയോഗിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതിന് എന്തെങ്കിലും ക്വാളിറ്റി പ്രശ്നമുണ്ടോ, ഇതിനെ പറ്റിയുള്ള എന്തെങ്കിലും ഡിമെറിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന കമൻറ്റിൽ കമൻറ്റ് ചെയ്താൽ നമ്മൾ ഇതിന് പ്രോപ്പറായിട്ടുള്ള ഒരു മറുപടി നൽകുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഞെക്കി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതിലും നല്ല ഉപകാരപ്രദമായിട്ടുള്ള അറിവുകൾ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലത്തെ അറിവുകൾ നിങ്ങൾക്ക് എന്നും നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ലഭിക്കാൻ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതുപുത്തൻ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. See you the next time. Bye.